ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരാമർശത്തെ ചുറ്റിപ്പറ്റി വലിയ വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. ഒരു ആത്മീയാചാര്യൻ നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ട് അഭിപ്രായ പ്രകടനം നടത്തുന്നത് ശരിയാണോ? ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന തരത്തിൽ ചില പേരുകൾ പരാമർശിക്കുന്നത് ശരിയാണോ? തുടങ്ങി അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സച്ചിദാനന്ദ സ്വാമിയാണ് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം. ഏത് സാഹചര്യത്തിലാണ് അങ്ങ് അത്തരമൊരു പരാമർശം നടത്താൻ ഇടയാക്കിയത്? ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ചില ആളുകൾ തെറ്റായി ധരിച്ചു വച്ചിട്ടുണ്ട്, ശിവഗിരി മഠം ആധ്യാത്മികമായി പ്രവർത്തിക്കണം, SNDP യോഗം ഭൗതികമായി പ്രവർത്തിക്കണം. ഇത് ശരിയായ ശ്രീനാരായണ ധർമ്മത്തെ അറിഞ്ഞിട്ടുള്ളവരല്ല. ഞാൻ ആധ്യാത്മികമായ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ വേണ്ടി കഴിഞ്ഞ 10-50 വർഷമായി ശിവഗിരി മഠം കേന്ദ്രമാക്കി ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. സമൂഹത്തിൻ്റെ ഭൗതികമായ പുരോഗതിയെ സംബന്ധിച്ച് കാഴ്ചപ്പാടുകളുണ്ട്. വിദ്യാഭ്യാസപരമായും സാമൂഹികമായും സാംസ്കാരികമായും സാമ്പത്തികമായും മാത്രമല്ല, ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയമായും പുരോഗതി നേടേണ്ടതുണ്ട്. അപ്പോൾ സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക രംഗങ്ങളിൽ മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തും പുരോഗതി നേടണം. ഞാൻ നോക്കിയപ്പോൾ ശിവഗിരിയിൽ 100 കണക്കിന് ആളുകൾ പരാതിയുമായി വരുന്നു. രാഷ്ട്രീയമായ പുരോഗതിക്ക് വേണ്ടി ക്രൈസ്തവർ അവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി അവരുടെ പള്ളികൾ ബിഷപ്പുമാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ഇസ്ലാം ജനവിഭാഗം അതുപോലെ മൗലവിമാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. സവർണ ജനവിഭാഗങ്ങൾ സ്വതവേ ഒരു മേൽക്കൈ ഉള്ളവരാണ്. ഈഴവരാതി പിന്നോക്ക ജനവിഭാഗങ്ങളുടെ കാര്യം പറയാൻ ആരുമില്ല. അതുകൊണ്ട് സ്വാമി ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. ഈഴവരും ധീവരനും വിശ്വകർമ്മജനും അതുപോലെയുള്ള നിരവധി പിന്നോക്ക സമുദായങ്ങളും SC/ST സമുദായങ്ങളും ഒക്കെയാണ് ഭൂരിപക്ഷം കേരളത്തിൽ. അവർക്ക് വേണ്ടി സംസാരിക്കണം. പല ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ ശക്തമായപ്പോൾ അവസാനം നിവൃത്തി ഇല്ലാതെ വന്നപ്പോഴാണ് വാസ്തവത്തിൽ രാഷ്ട്രീയമായ കാര്യത്തിലേക്ക് കൂടി ശ്രദ്ധ ചെലുത്തണം. അത് ശ്രീനാരായണ ധർമ്മത്തിന് വിരുദ്ധമല്ല, ശ്രീനാരായണ ധർമ്മത്തിൻ്റെ ഭാഗമാണ് എന്നതിനെ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾ ജയിക്കുന്ന മണ്ഡലങ്ങളിൽ അവരെ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കണം എന്ന് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന നേതാവായിരിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി ശിവഗിരി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കൊല്ലത്ത് വെച്ച് ഒരു വലിയ സമ്മേളനം നടന്നിരുന്നു. ഗുരുദേവനും ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയിൽ ശിവഗിരിയിലെ നിരവധി സന്യാസിമാരും ധർമ്മസംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദ സ്വാമി അടക്കം ഞങ്ങൾ പങ്കെടുത്തിരുന്നു. ഞാനതിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. ശുഭാംഗാനന്ദ സ്വാമി അനുഗ്രഹ പ്രസംഗം നടത്തി. ഈ പ്രസംഗങ്ങളെല്ലാം ഞങ്ങൾ അവതരിപ്പിച്ചത് പിന്നോക്ക സമുദായങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടി ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ചെയ്യണം. അത് കേരളത്തിലെ 3 മുന്നണികളും ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ വെച്ച് പുലർത്തി. രാഹുൽ ഗാന്ധി ശിവഗിരി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തുകയും ചെയ്തു. അദ്ദേഹം അതിനാവശ്യമായ മാർഗനിർദ്ദേശം നൽകി. അതുപ്രകാരം ഉള്ള ഒരു തീരുമാനം കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അതുപോലെ മറ്റ് 2 മുന്നണികളിലും അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. അത് ഞാനൊരു ഈഴവ സമുദായത്തിന് വേണ്ടി വാദിച്ചിട്ടുള്ളതല്ല, അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇത് പറയാൻ സ്വാമി ആരാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മത്തെ അനുഷ്ഠിക്കുന്ന ഒരാളുടെ കടമയാണ്, കർത്തവ്യമാണ്.
ജനങ്ങളുടെ ഭൗതികമായ പുരോഗതിക്ക് വേണ്ടി ശബ്ദിക്കുക എന്നുള്ളത്. സാധാരണ നിലയിൽ SNDP യോഗത്തിൻ്റെ അല്ലെങ്കിൽ SN ട്രസ്റ്റിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആളുകളാണ് ഈ തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടുന്നത്. ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പ്രത്യേകിച്ച് സന്യാസിവര്യന്മാരൊന്നും അത്തരത്തിൽ അഭിപ്രായം പറയാൻ തയ്യാറാകാറില്ല. പക്ഷെ താങ്കൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിന് പിന്നാലെ വലിയ ആരോപണങ്ങളാണ് നേരിടുന്നത്. അങ്ങയ്ക്ക് നേരെ ആക്ഷേപങ്ങളുടെ കൂരമ്പാണ് വരുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാൻ എന്താണ് പറഞ്ഞത്, എന്താണ് സമൂഹത്തിൽ പ്രവർത്തിച്ചത് എന്ന് ഞാൻ എഴുതിയ പുസ്തകങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നെ വിമർശിക്കുന്ന ആളുകളുണ്ട്, അവർ വിമർശിക്കട്ടെ. പക്ഷേ അവർ പാപം ജീവിതത്തിൽ വലിച്ചു വെക്കുന്നവരാകരുത്. കാരണം ഞാൻ സത്യധർമ്മമായി സമൂഹത്തിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ധർമ്മം വിട്ട് ഞാൻ പോയിട്ടില്ല. ഞാൻ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ടില്ല. എനിക്ക് 10 പൈസ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ശിവഗിരിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയും എൻ്റേതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശിവഗിരിക്കുമായി തന്നെ ലഭിക്കുകയുള്ളൂ. പിന്നെ എൻ്റെ സാൻമാർഗികമായ ജീവിതത്തിൽ ഒരു ചെറിയ പിഴവ് പോലും ഒരിക്കൽ പോലും സംഭവിച്ചിട്ടില്ല. ഞാൻ പോയി പ്രവർത്തിച്ചിട്ടുള്ള ആശ്രമങ്ങളിൽ പോയി അന്വേഷിച്ചാൽ ഞാൻ കേരളത്തിൽ ലക്ഷക്കണക്കിന് വീടുകളിൽ പോയി താമസിച്ചിട്ടാണ് ആ പ്രദേശങ്ങളിൽ ഗുരുചര്യ സന്ദേശ പ്രചരണം നടത്തിയത്. അവരോടൊക്കെ ചോദിച്ചാൽ ഞാൻ എന്തെങ്കിലും ഒരു ദക്ഷിണ അവരോട് ചോദിച്ചു വാങ്ങിച്ചതായിട്ട് ഇന്നോളം ഒരാൾക്കും പറയാൻ സാധിക്കില്ല. എൻ്റെ നാവിൽ നിന്നോ എൻ്റെ പ്രവൃത്തിയിൽ നിന്നോ ആർക്കും ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. അതാണ് സത്യധർമ്മമായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട്. പക്ഷേ ഞാൻ ഈ പറയുന്നതിനെയും വികലമാക്കിക്കൊണ്ട് വിമർശിക്കുന്ന ആളുകൾ ഒരുപക്ഷെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ. അതവർ വിമർശിച്ചതിൻ്റെ നന്മയോ തിന്മയോ പാപമോ ഒക്കെ അവരുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങട്ടെ എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളുടെ നേതാക്കൾ ഇവരെല്ലാം തന്നെ പലപ്പോഴും രാഷ്ട്രീയത്തിൽ ഇടപെടുകയും സ്ഥാനാർത്ഥികൾ ആരാകണമെന്ന അഭിപ്രായം പറയാറുമുണ്ട്. അവരുടെ താല്പര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികളോട് അറിയിക്കാറുണ്ട്. പക്ഷേ ഒരു ഹൈന്ദവ വിഭാഗത്തിൽ നിന്നുള്ള ആചാര്യൻ അത്തരമൊരു കാര്യം പറയുമ്പോൾ അതിന് വർഗീയ നിറം കൂടിച്ചേരുകയാണ്. മാത്രമല്ല, എതിർപ്പ് വരുന്നത് അങ്ങുകൂടി ഉൾപ്പെടുന്ന സമുദായത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് അങ്ങേക്കെതിരെയുള്ള എതിർപ്പുകൾ വരുന്നത്. ക്രൈസ്തവ സമുദായത്തിലും ഇസ്ലാം സമുദായത്തിലും അതുപോലെ മറ്റ് മത പ്രസ്ഥാനങ്ങളിലുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ചകളും സംസാരങ്ങളും ഒക്കെ മത നേതാക്കന്മാരുടെ വ്യാപകമായി നടന്നിട്ട് ഒരാളും ഒരു ഭാഗത്തു നിന്നും വിമർശിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവൻ എന്തിനു വേണ്ടി നിലകൊണ്ട് പ്രവർത്തിച്ചോ അതിൻ്റെ ഒരാവർത്തനം മാത്രമാണ്. അരുവിപ്പുറം തൊട്ട് അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു, സംഘടനകൾ സ്ഥാപിച്ചു കൊടുത്തു. പാവങ്ങളുടെ കണ്ണീരൊപ്പി ദീനർക്ക് ആശ്വാസം നൽകാനും വേണ്ടി ജീവിതം സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു മഹാഗുരുവിൻ്റെ അനുയായി എന്ന നിലയിൽ ഞാൻ ആ പാതയിൽ നിന്നുകൊണ്ടാണ് സഞ്ചരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അത് വച്ച് ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ആളുകളോട് അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ കേട്ട് മനസ്സിലാക്കി സഹായിക്കാൻ പറ്റാവുന്ന രൂപത്തിൽ ഞാൻ നോക്കാം, ശ്രമിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നിൽ നിന്നുമുള്ള ഒരു ഒളിച്ചോടലല്ല, അതെൻ്റെ കടമയാണ്, കർത്തവ്യമാണ് എന്ന് ഇപ്പോഴും ഞാൻ ധരിക്കുന്നു, മനസ്സിലാക്കുന്നു. അതൊരു അപരാധമാക്കിയാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുകയാണ്. അതൊരു അപരാധമാക്കിയാണ് അങ്ങേക്ക് നേരെയുള്ള ഈ ആക്ഷേപങ്ങൾ മുഴുവൻ ഇപ്പോൾ അത് അവരുടെ സംസ്കാരം, അത് വിമർശിക്കുന്ന ആളുകളുടെ സംസ്കാരം എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നെക്കുറിച്ച് വളരെ തെറ്റായ ചിന്തകൾ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം അവരവരുടെ സംസ്കാരം വെച്ച് പെരുമാറുന്നു, പ്രവർത്തിക്കുന്നു. എനിക്കതിന് തത്തുല്യമായിട്ട് മറുപടി നൽകാൻ അറിഞ്ഞുകൂടാ. അങ്ങിപ്പോൾ കോൺഗ്രസിനോട് മാത്രമാണ് ഒരു ഡിമാൻഡ് വെച്ചത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടോ പ്രത്യേകിച്ച് CPM-നോടോ CPI-യോടോ അങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചതായി കാണുന്നില്ല, അല്ലെങ്കിൽ BJP-യോട് ഒരു ഡിമാൻഡ് വെക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകളുമുണ്ട്. എന്തുകൊണ്ട് ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തേക്ക് അങ്ങ് ഒരു സമ്മർദ്ദം അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടായി? ഇപ്പോൾ കൊല്ലത്ത് വലിയ മഹാസമ്മേളനം നടത്തുന്നത് കോൺഗ്രസ്സുകാരാണ്.
ആ കോൺഗ്രസിൻ്റെ വലിയ നേതാവാണ് അവിടെ വന്നത്. അവരോട് ഞാനത് പറഞ്ഞു. ഇവിടെ ശിവഗിരിയിൽ വന്ന് പ്രവർത്തിച്ച വന്ന് പങ്കെടുത്തിട്ടുള്ള മറ്റ് പാർട്ടികളുടെ നേതാക്കന്മാരോടും ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. LDFിൻ്റെ നേതാക്കന്മാരോട് പലരോടും ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നിവിടെ കുമ്മൻ രാജശേഖരൻ വന്നിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ നേരിട്ട് പറഞ്ഞു, പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം നൽകണം. അങ്ങ് പറയുന്ന ഈഴവരാതി പിന്നാക്ക വിഭാഗങ്ങൾക്ക് എല്ലാ പാർട്ടികളും അവസരം നൽകണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് അനുഭവം അവർക്ക് വേണ്ട പരിരക്ഷ നൽകിയില്ലെങ്കിൽ ഞാൻ നാളെയും പറയും. ചില പേരുകൾ വെച്ചിട്ടാണ് ഇപ്പോൾ കെ സുധാകരൻ അല്ലെങ്കിൽ അടൂർ പ്രകാശ്, അങ്ങനെയുള്ള ചില കെ സുധാകരൻ്റെ അടൂർ പ്രകാശിൻ്റെ മാത്രമല്ല മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെയും ഞാൻ കാര്യം പറഞ്ഞു. അതുപോലെ ശ്രീ VM സുധീരൻ്റെ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ പേര് പറയാൻ കാരണം പിന്നോക്ക ജനവിഭാഗങ്ങളിൽ സാമാന്യം ശേഷിയുള്ള പ്രവർത്തന ശേഷിയുള്ള നേതൃതലത്തിൽ നിൽക്കുന്ന ആളുകളാണ് അവരൊക്കെ. അവർ കൂടി തഴയപ്പെട്ടാൽ പിന്നെ ഈ പിന്നോക്ക സമുദായങ്ങളിൽ ആരും ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് മഹാനായ R. ശങ്കർ 62 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആദ്യ കോൺഗ്രസ് മന്ത്രിസഭ ഉണ്ടാക്കി മുഖ്യമന്ത്രിയായിരുന്നു എങ്കിൽ പിന്നീട് ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളായി MK രാഘവനും KK വിശ്വനാഥനും അതുപോലെ ശ്രീ വയലാർ രവിയും വക്കം പുരുഷോത്തനും ഒക്കെ ഉയർന്നു വന്നു. അവരെ ആരെയെങ്കിലുമൊക്കെ മുഖ്യമന്ത്രിമാരായി തിരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇപ്പോൾ ഇവരാണ് ഈ സംഘടനയെ കുറച്ച് ശക്തന്മാരായി നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് മത്സരിക്കണം, ജയിക്കണം, അങ്ങനെ സ്ഥാനത്തെക്കുറിച്ച് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിക്കാൻ പാർട്ടി അവരെ സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ള ഒരു അവകാശമൊന്നുമല്ല. അവരെങ്ങനെ പാർട്ടി ചെയ്യണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. പറയേണ്ടത് ഞാനത് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. അങ്ങ് പറഞ്ഞതുപോലെ R. ശങ്കറിന് ശേഷം ഒരു മുഖ്യമന്ത്രി അങ്ങനെ പിന്നാക്ക വിഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് ഈഴവ വിഭാഗത്തുനിന്ന് വന്നിട്ടില്ല. VS വരുന്നു, പിണറായി വിജയൻ വരുന്നു. ഒരു വശത്ത് അങ്ങനെ മുഖ്യമന്ത്രിമാരുണ്ടാകുമ്പോൾ വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ആരാണോ ചോരയും നീരും കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തത്, ആ സമുദായത്തിൽ നിന്നല്ല ആദ്യത്തെ മുഖ്യമന്ത്രിമാരൊക്കെ വന്നത്. ആദ്യകാലത്ത് നമുക്കറിയാം ആരൊക്കെയാണ് മുഖ്യമന്ത്രിമാർ വന്നതെന്ന്. 2006 അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി വന്നതിൻ്റെ പിന്നിൽ ശക്തമായ പ്രേരണ കേരളമോദിയുടേതാണ്, സൂമർ അഴീക്കോടിൻ്റേതാണ്. അദ്ദേഹത്തിന് പാർട്ടി ടിക്കറ്റ് പോലും കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. വലിയ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി. പിന്നീട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ കഴിവ് കൊണ്ടും തൻ്റെ ഇടം കൊണ്ടും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ പല നേതാക്കന്മാരും പിന്നോക്ക അധസ്ഥ ജനവിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. അവരാരെയും പരിഗണിച്ചതായിട്ടുള്ള ചരിത്രമില്ല. ഇപ്പോൾ ഈ ഈഴവ കമ്മ്യൂണിറ്റി പൊതുവിൽ കോൺഗ്രസിൽ നിന്ന് തഴയപ്പെടുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവസരം കിട്ടാത്തത് കൊണ്ടാണോ, താല്പര്യക്കുറവുകൊണ്ട്, എന്താണ് ഈ കമ്മ്യൂണിറ്റി ഈ പാർട്ടിയോട് അടുക്കാത്തത്? ഒരുപക്ഷെ അങ്ങ് ഈ പറയുന്ന കാരണങ്ങൾ ആര് പറഞ്ഞു പാർട്ടിയോട് അടുത്തിട്ടില്ലെന്ന്? കേരളത്തിലെ ഏറ്റവും ബഹുഭൂരിപക്ഷം ജനതയാണ് ഈഴവ ജനസമുദായം. ആ ജനസമുദായം എല്ലാ പാർട്ടികളിലും അവരുടെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഒന്നും മനസ്സിലാക്കണം, R. ശങ്കർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം KPCC പ്രസിഡന്റ് കൂടിയായിരുന്നു. പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട് അദ്ദേഹം സംഘടനയെ ശക്തമായത് കൊണ്ടാണ് മുന്നണി സംവിധാനമില്ലാതെ കോൺഗ്രസ് മാത്രമായിട്ട് ഭരണത്തിൽ വന്നത്. അപ്പോൾ R. ശങ്കറിനും തിക്താനുഭവം ഉണ്ടായെന്നുള്ളതാണ് പിന്നീട് ചരിത്രം. കോൺഗ്രസ് അതെ, ഏത് പാർട്ടിയാണോ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത് ആ പാർട്ടി തന്നെ അവിശ്വാസം കൊണ്ടുവന്ന് അദ്ദേഹത്തെ പുറത്താക്കി. ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാർ തട്ടിൽ ബിഷപ്പ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്, ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ ജനസംഖ്യ ശോഷണം സംഭവിക്കുന്നു, ഇത് വലിയ അപകടം ചെയ്യും, അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദ ശക്തിയായുള്ള ആ ബലത്തെ
ഇല്ലാതാക്കും എന്ന തരത്തിലുള്ള ആശങ്കയൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഈഴവ കമ്മ്യൂണിറ്റിയുടെ കാര്യം നോക്കിയാൽ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ കേരളത്തിൽ ഒന്നാമത്തെ ജനസംഖ്യയായിരുന്ന വിഭാഗം അത് പിന്നാക്കം പോകുന്നു, മറ്റ് വിഭാഗങ്ങൾ അതിന് മുകളിലേക്ക് വരുന്നു. അവിടെ ഈ ജനസംഖ്യാ വർധന എന്ന കാര്യത്തിൽ അങ്ങയുടെ നിലപാടെന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജനവിഭാഗം ഈഴവ സമുദായമായിരുന്നു. കേരളത്തിലെ ആദിമ നിവാസികളാണ് ഈ ഈഴവർ. ഉഴവരാണ് ഈഴവരായി മാറിയത്, കൃഷിക്കാരാണ്. ഈഴവരെന്നതൊരു പ്രത്യേക ജാതിയെയോ മതത്തെയോ കുറിക്കുന്നതല്ല എന്ന് ഗുരുദേവൻ അരുളി ചെയ്തിട്ടുണ്ട്. SNDP യോഗത്തിന് സന്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ജാതിയുടെയോ മതത്തിൻ്റെയോ പേരല്ല ഈഴവർ ഈ രാജ്യത്തുള്ള ആദിമ നിവാസികളായ ആളുകളാണ്. അവരായിരുന്നു ഏറ്റവും കൂടുതൽ. അതിങ്ങനെ വന്ന് ഒരു 33%, 28%, ഇപ്പോൾ 26% എന്ന് പറയപ്പെടുന്നു. ഗുരുദേവൻ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, ജാതി ചോദിക്കരുത്, പറയുന്നത് വിചാരിക്കരുത് എന്നൊക്കെയുള്ള ദിവ്യമായ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഗുരുദേവൻ്റെ ദിവ്യ ഉപദേശം ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് ഈഴവ സമുദായമാണെന്ന് ഇതിനെക്കുറിച്ച് നല്ല പഠനം നടത്തിയ VT ഭട്ടതിരിപ്പാടിനെ പോലെയുള്ളവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആധുനികമായ ഒരു കേരളം, ജാതി മത ഭേദരഹിതമായൊരു കേരളം ഒരളവ് വരെ സൃഷ്ടമാക്കുവാൻ നിലകൊണ്ട പ്രസ്ഥാനം SNDP യോഗമാണ്. അതിൽ കൂടുതലും അംഗങ്ങളായിരിക്കുന്നത് ഈഴവ സമുദായവുമാണ്. അങ്ങ് പറയുന്നത് ജനസംഖ്യ അവരുടെ സംഖ്യ കുറഞ്ഞു വന്നാൽ ശ്രീനാരായണ സന്ദേശ പ്രചരണം എങ്ങനെ കൂടുതൽ ശക്തമാക്കും എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തേണ്ടത് ആവശ്യമാണ്. മറ്റ് സമൂഹങ്ങളിൽ ഉൽപ്പതിഷ്ണുക്കളായ ആദർശധീരന്മാരായ ധാരാളം ആളുകൾ ഗുരുവിൽ വിശ്വസിക്കുന്നുണ്ട്, ഗുരുവിൻ്റെ സന്ദേശ പ്രചരണ രംഗത്തിൽ പങ്കാളികളാകുന്നുമുണ്ട്. എന്നാൽ ഒരു ജനസമൂഹം എന്ന നിലയിൽ ശ്രീനാരായണ ഗുരുവിനെ മുറുകെ പിടിച്ചോട്ട് മുന്നോട്ട് പോകുന്ന ജനസമൂഹം ഈഴവ സമുദായം തന്നെയാണ്. അവരുടെ സംഖ്യ ഒരിക്കലും കുറയാൻ പാടില്ല. ആ സംഘടന സംഘടിച്ച് ശക്തരാകുമെന്നുള്ള ഗുരുവിൻ്റെ ഉപദേശമനുസരിച്ച് എന്നും ബലവത്തായി തന്നെ ഇരിക്കണം. അത് ശ്രീനാരായണ സന്ദേശ പ്രചരണത്തിന് അനിവാര്യമായ ഘടകമാണ്. ചില ന്യൂനപക്ഷമായി നിന്ന സമുദായങ്ങൾ ഇപ്പോൾ ഭൂരിപക്ഷമായി മാറുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് അങ്ങ് നടത്തിയ ഒരു പരാമർശമുണ്ട്. അദ്ദേഹത്തിന് ഗാന്ധിയുടെ ആ ഒരു സത്യനിഷ്ഠയാണ്, ധർമ്മനിഷ്ഠയാണ് മോഡിയിൽ കണ്ടത് എന്ന കാര്യം. അങ്ങയുടെ ആ പരാമർശവും വലിയ വിവാദങ്ങൾക്കിടവരുത്തിയിരുന്നു. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ അങ്ങനെ ഗാന്ധിയുമായി ഉപമിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞത്? രാഷ്ട്രീയമായ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇന്ത്യയിൽ വന്നുപോയ പ്രധാനമന്ത്രിമാരെക്കുറിച്ചൊക്കെ സാമാന്യമായി ഞാൻ പഠിച്ചു വച്ചിട്ടുണ്ട്. ഞാൻ പ്രസിദ്ധപ്പെടുത്തിയൊരു ഗ്രന്ഥമുണ്ട്, ശ്രീനാരായണ ഗുരു ദ ജ്ഞാനിൻ ഓഫ് ആക്ഷൻ. ആ ഗ്രന്ഥത്തിൽ ശിവഗിരി സന്ദർശിച്ചിട്ടുള്ള പ്രധാനമന്ത്രിമാരുടെയും പ്രസിഡൻറ്റുമാരുടെയൊക്കെ പ്രസംഗങ്ങൾ ഞാൻ സമാഹരിച്ചു പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ഈ നരേന്ദ്രമോദി അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ശിവഗിരി വന്ന് പ്രസംഗിച്ചു. 1 മണിക്കൂർ നീണ്ട പ്രസംഗമായിരുന്നു. ആ ഒറ്റ പ്രസംഗത്തിൽ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം ഒരു ഗ്രന്ഥവും ഒരു പേപ്പറോ ഒന്നുമില്ലാതെ പ്രസംഗിച്ചത് എന്നെ വളരെ ആശ്ചര്യപ്പെടുത്തി, അത്ഭുതപ്പെടുത്തി. കാരണം ഒരു രാഷ്ട്രീയ നേതാവിന് ഗുരുവിൻ്റെ ദർശനത്തെക്കുറിച്ച് ഇത്ര ശക്തമായിട്ട് എങ്ങനെ പ്രസംഗിക്കാൻ സാധിക്കുന്നു? ഇതെന്നിൽ അത്ഭുതമുള്ളാക്കിയ കാര്യമാണ്. അതിനുശേഷം അദ്ദേഹം കേരളം വിട്ടു പോയിട്ട് വടക്കേ ഇന്ത്യയിൽ പലയിടത്തും ചെയ്ത പ്രസംഗത്തെക്കുറിച്ച് റിപ്പോർട്ടുകൾ വന്നു. അവിടെ പലയിടത്തും ഗുരുദേവനെ സൂചിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം പിന്നെ അദ്ദേഹം ശിവഗിരിയിൽ വന്നു. ആ ശിവഗിരിയിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശമനുസരിച്ചുള്ള ഒരു ഭാരതത്തെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം ഇവിടുത്തെ ശിവഗിരി പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. പാർലമെൻറ്റിൽ രാഷ്ട്രപതിയായിരുന്ന നമ്മുടെ രാംനാഥ് കോവിന്ദ് ചെയ്ത പ്രസംഗത്തിൽ, അത് ഗവൺമെൻറ്റിൻ്റെ ആണല്ലോ പ്രസംഗം, ആ പ്രസംഗത്തിൽ അരുവിപ്പുറം സന്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ
സർവരും സ്വതത്വന് വാഴുന്ന മാതൃകാ സ്ഥാനമാമിത്. ഈ പദ്യം ചൊല്ലിക്കൊണ്ട് തന്നെ ശ്രീ രാംനാഥ് കോവിന്ദ് പ്രസംഗിക്കുകയുണ്ടായി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു മന്ത്രം, ഗുരുവിൻ്റെ ദർശനം അതാണ്. ആ സന്ദേശത്തിൻ്റെ സാഫല്യതയ്ക്ക് വേണ്ടിയാണ് ഗുരുദേവൻ SNDP യോഗം സ്ഥാപിച്ചതും ശിവഗിരിയോട് സ്ഥാപിച്ചതും കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും അടക്കം പ്രവർത്തനങ്ങൾ നയിച്ചതും ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ ഇന്ന് നിലകൊള്ളുന്നതും. ആ സന്ദേശം അനുസരിച്ച് ഭാരതത്തെ വാർത്തെടുക്കാൻ ഞാൻ ശ്രമിക്കും എന്ന് രാഷ്ട്രപതി പറയുന്നു. അതിനുശേഷം പിന്നീട് ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വെച്ച് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ 90ാമത് വാർഷികം നടന്നു. അദ്ദേഹം എത്രയോ വിനീതനായിട്ടാണ് ശിവഗിരിയിലെ സന്യാസിമാരോട് പെരുമാറുന്നത്. അദ്ദേഹം അന്ന് ചെയ്ത പ്രസംഗത്തിലും പറഞ്ഞത് ശ്രീനാരായണ ഗുരു ഇന്ത്യയുടെ ആത്മാവാണ് എന്നാണ്, ഇന്ത്യയുടെ ആത്മചൈതന്യമാണ് എന്നാണ് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞത്. അപ്പോൾ അതൊരു ഗുരുവിനെക്കുറിച്ചുള്ളൊരു വലിയ ഗുരുവിൻ്റെ സ്വരൂപത്തെ അവതരിപ്പിക്കലായിട്ട് എനിക്ക് തോന്നി. ഗുരുവിന് തുല്യരായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ടാഗോർ പറഞ്ഞിട്ടുണ്ട്. ഗുരുവിനെ കാണാൻ സാധിച്ച എൻ്റെ ജീവിതത്തിൻ്റെ പരമഭാഗ്യമാണെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശ്രീനാരായണ ഗുരു ഇന്ത്യയുടെ ആത്മചൈതന്യമാണ്, അതിലെല്ലാമുണ്ട്. അതൊരു പ്രധാനമന്ത്രി പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, ഞാൻ പ്രധാനമന്ത്രി ആയിരുന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോഴും ഗുരുവിൻ്റെ അരുവിപ്പുറം സന്ദേശവും ഗുരുവിൻ്റെ ദർശനവും സ്മരിക്കാറുണ്ട്. അദ്ദേഹം ഇത് പറഞ്ഞത് 2025 സെപ്റ്റംബർ മാസത്തിൽ ഡൽഹിയിൽ വെച്ച് നടന്ന ഗുരുദേവൻ മഹാത്മാഗാന്ധി കൂടിക്കാഴ്ചയുടെ സമാഗമ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ്. ശിവഗിരിയോടും ഗുരുവിൻ്റെ സന്യസ്ത ശിഷ്യ പരമ്പരയോടും ഇത്രയേറെ ആദരവ് പുലർത്തിക്കൊണ്ടും ഗുരുദേവ സന്ദേശ പ്രചരണം തൻ്റെയും ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ചുകൊണ്ടും മാത്രമല്ല അദ്ദേഹം ഇവിടെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വരുമ്പോൾ അന്ന് ധർമ്മസംഘം പ്രസിഡൻ്റായിരുന്ന പ്രകാശാൻ സ്വാമി നൽകിയ ചിത്രം അദ്ദേഹം പൂജാമുറിയിൽ വെക്കുകയും അതിനുശേഷം ഏതാണ്ട് 108ാമത്തെ ദിവസമാണ് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നത്. അത് ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ടാണ്, അനുഗ്രഹം കൊണ്ടാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതൊരു മഹത്തായ കാര്യമായിട്ട് ഞാനും ഉൾക്കൊള്ളുന്നു. എനിക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. ഞാൻ BJPക്കാരനും അല്ല, ഞാൻ കോൺഗ്രസ്സുകാരനും അല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനും അല്ല, ഞാൻ RSകാരനും അല്ല. ഞാനൊരു ശ്രീനാരായണ സന്ദേശ പ്രചാരകനാണ്. ഗുരുവിനെ ഏറ്റവും വലുതായിട്ട് ആരൊക്കെ കാണുന്നുവോ അവരോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും. ഗുരുവിൻ്റെ സന്ദേശം കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അവരോടൊപ്പമില്ല. ജാതി ചോദിക്കണം, പറയണം, വിചാരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ കൂട്ടു നിൽക്കില്ല. ഗുരുദേവൻ മദ്യം വിഷമാണ്, ഉണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത് എന്ന് ഉപദേശിച്ചപ്പോൾ ഗുരുദേവൻ കള്ളിനെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത്, ഫോറിൻ ലിക്കറെക്കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വ്യാഖ്യാനിക്കുന്നവരോട് എനിക്ക് സന്ധിയില്ല. അപ്പം ഞാൻ ഗുരുവിനോടും ഗുരുവിൻ്റെ ദർശനത്തോടും ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ചില പരാമർശങ്ങൾ ഈ അടുത്തിടെ SNDP യോഗത്തിൻ്റെ തലപ്പത്ത് നിന്നത് ഈ വർഗീയമായി തന്നെ എന്നുള്ള വിമർശനങ്ങൾ ഒരു വശത്ത് നിന്ന് ഉയർന്നു വന്നിരുന്നു. അങ്ങ് ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അത്തരം പരാമർശങ്ങൾ വേണ്ടിയിരുന്നതാണോ? പ്രത്യേകിച്ച് മലബാറുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള പരാമർശങ്ങൾ അത് ശരിയാണോ തെറ്റാണോ? എന്താണ് അങ്ങയുടെ കാഴ്ചപ്പാട്? ഞാൻ SNDP യോഗത്തിൻ്റെ ആഭ്യന്തരമായ കാര്യങ്ങളിൽ ഇടപെട്ട് ഒന്നും പറയാനും ചിന്തിക്കാനും ആഗ്രഹിക്കുന്നില്ല. SNDP യോഗത്തെ സംബന്ധിച്ച് നടത്താനും നയിക്കാനും ഒക്കെ ഇപ്പോൾ കോടതി പിരിച്ചുവിട്ടിരിക്കുന്ന ആളില്ല. ഗവൺമെൻറ് അടിയന്തരമായി കാര്യങ്ങൾ നീക്കണം, അതെല്ലാവർക്കും ആശാവഹമായ രീതിയിൽ ചെയ്യണം എന്നാണ് ശിവഗിരി മഠത്തിൻ്റെ അംഗമെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. സമ്പന്നമായ ഒരു ആത്മീയ സബര്യ ഉള്ളപ്പോൾ തന്നെ വസ്തുനിഷ്ഠമായി രാഷ്ട്രീയ നിലപാടുകൾ കൂടി പറയാൻ അങ്ങേക്ക് സാധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഒരു സമ്മർദ്ദങ്ങൾക്കും അടിപ്പെടാതെ കൃത്യമായി നിലപാടുകൾ പറഞ്ഞു പോകാൻ അങ്ങേക്ക് കഴിയട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. നമസ്കാരം.